അപ്പോൾ നമ്മൾ ജാസറ്റാൻ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീഡിയോയുമായിട്ട് വരുന്നത് വേളാങ്കണ്ണി സീഗേറ്റ് ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് നല്ല പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അടുത്ത നടപടികൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് ഇനി സീഗേറ്റിലെ വിഭവങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. ഒരാൾ സീഗേറ്റിന് മുമ്പിൽ റെഡിയായി നിൽക്കുകയാണ്. ഇനി ഒട്ടും സമയം കളയാനില്ല. വാ മക്കളെ. അപ്പോൾ നമ്മൾ സീഗേറ്റ് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയാണ്. ഹായ്, വേളാങ്കണ്ണി സീഗേറ്റിലാണ്. പറ്റിയ സ്ഥലം തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ സീറ്റൊക്കെ കിട്ടി. പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചാൽ ചീപ്പാകരുത്. അപ്പൊ നമ്മള് ഫിഷ് കറി മീൽസ് എന്ന് പറഞ്ഞാൽ റൈസ് ഉണ്ട്, അയിലക്കറി ഉണ്ട്, ചിക്കൻ ഉണ്ട്, സാമ്പാറുണ്ട്, തൈരുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫിഷ് 65 കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വെറൈറ്റിയാണ് സാധനം. നേരത്തെയൊക്കെ വരുമ്പം ഫിഷ് കറി എന്ന് പറഞ്ഞാലും മീൽസ് പറഞ്ഞു കഴിഞ്ഞാൽ റൈസും കറികളെല്ലാം സെപ്പറേറ്റ് ഇഷ്ടമുള്ള കറികൾ നമ്മൾ വേറെ മേടിക്കണം. അങ്ങനെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാം ഉണ്ടെന്ന് തോന്നുന്ന കൂട്ടത്തിൽ തന്നെ. അതിനോടൊപ്പം തന്നെ ഫിഷ് 65 കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഐസ്ക്രീം ഒന്നും കഴിക്കാനായിട്ടുള്ള തൊണ്ടയ്ക്ക് പറ്റണില്ല, സൗണ്ടൊക്കെ മാറിപ്പോയി. ഐസ്ക്രീം കഴിക്കാൻ പാടില്ലാത്ത ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ എന്നാ ഞാൻ മേടിക്കുന്നതിന്റെ പങ്ക് തരാം. എനിക്കും സൗണ്ട് എല്ലാം ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീമാണ്. അപ്പൊ ഐസ്ക്രീം വേണം. അപ്പൊ നമ്മുടെ ഐറ്റങ്ങളൊക്കെ വരട്ടെ അല്ലേ? എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബൈ ബൈ. ചോദിച്ച നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിനകത്തൊരുക്കിയിരിക്കുന്ന മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമാണ്. ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ വേണ്ട, അതും തട്ടിയൊക്കെയാണ്. മാഡം ബസ്സിയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. ശേഖരം. എന്താ ജോലിക്ക് പറയാനുള്ളത്? ഹോട്ട് വാട്ടറൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. തണുത്തൊന്നും കഴിക്കൂലെന്ന് പറയണം. ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും വരുമ്പോൾ അറിയാം കാര്യങ്ങൾ. അത് പറഞ്ഞു വെച്ചോ. വെയിറ്റ് ഒന്ന് വരെയും ചെരി വന്നു പോയി. ഇത് കേട്ടു ഇല്ല, നിങ്ങളുടെ ചൂടുവെള്ളം ചോദിച്ചത് കേട്ടിട്ട് എങ്ങനെയുണ്ട്? ആണോ? സേപ്പൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. പക്ഷേ സേപ്പന് വർഷമൊന്നുമില്ല. സ്നേഹാമേരിയും നിർമ്മലിനും അവരും എത്തിയിട്ടില്ല. ഇനി പെരുന്നാളിനൊക്കെ മുടക്കളൊക്കെ വന്നല്ലേ. അനുഗ്രഹമൊക്കെ കോളേജിലെ സെലിബ്രേഷൻ പരിപാടികളൊക്കെയാണ്. അപ്പോൾ സേപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങൾ കഴിക്കുന്നു അല്ലേ? പിന്നെ താലി മിൽസ്, അപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു താലി മിൽസാണ് ശരിക്കും അല്ലേ? അതിൻ്റെ കൂടെ എന്താണ് ഫിഷ് 65 മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ ചിക്കൻ 65 ഉണ്ട് അല്ലേ? അതുള്ളത്. പിന്നെ അയില പൊളിയിട്ട് വെച്ച മാങ്ങയും വാളമ്പുളിയൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. ആ പപ്പടം ഒന്ന് എടുത്ത് പിടിക്കും. പപ്പടം വേണ്ട, ഒരു പ്ലേറ്റിൻ്റെ അത്ര ഉള്ള വൈറ്റ് റൈസ് അല്ലേ? മാഡത്തിന് റെസ്റ്റ് ഇല്ല, റെസ്റ്റ് വേണമെന്നും പറഞ്ഞാൽ വന്നത്.
അപ്പോൾ എന്താണ് ഇപ്പൊ വൈറ്റ് വിശേഷപ്പെട്ടത്? റൈസും അയിലക്കറി മാങ്ങയിട്ട് മാങ്ങയിട്ട കറി. ഇടയ്ക്ക് വെക്കാറുള്ളതാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ രീതിയിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തെ. മാങ്ങ ഇട്ടത് ഉണ്ടോ? മാങ്ങയുടെ ആളാ ജോളി. പിന്നെ അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പൊ നേരത്തെ തുടങ്ങിയ തുടക്കമല്ലേ? അപ്പൊ എവിടം വരെ കലാപരിപാടികൾ തിന്നു കഴിഞ്ഞു. എല്ലാം കാലി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു ഇച്ചിരി വൈറ്റ് റൈസും കൂടി ചോദിച്ചേക്കന്നെയാണ്. കാരണം ഗ്രേവിയും കറിയൊക്കെ ഉണ്ട്, അതൊന്ന് തീർക്കണം. അത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡ് വരും. ഇച്ചിരി റൈസും കൂടെ മേടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം എത്തിക്കഴിഞ്ഞു. ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞ ജോളി കൈ കഴുകാനായിട്ട് പോയിരിക്കുകയാണ്. കൈ കഴുകാൻ പോയ ജോളി ഞെട്ടിത്തരിച്ചായിരിക്കും ഇത് കാണുമ്പോൾ വരുന്നത്. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ജോളി ഇതാ ഐസ്ക്രീം കണ്ട് ഒന്നും മതില്ല, തണുപ്പായെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചൂടാക്കി കഴിക്കണം തണുപ്പാണെങ്കിൽ. ഇതുകൊണ്ട് ചേട്ടാ ഇതൊന്ന് ചൂടാക്കി തന്നതാ. കൈ കഴുകാനൊന്നും പ്ലാൻ ഇല്ലേ? കൈ കഴുകുന്നുണ്ട്. ഐസ്ക്രീം ഒക്കെ വന്നു. ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കാറുണ്ടല്ല. മതി, കുറച്ച് കഴിച്ചാൽ മതി. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇച്ചിരി നേരം ഒന്ന് തണുപ്പാ, ചിരിച്ചോണ്ടൊക്കെ കഴിക്ക്. ഇച്ചിരി നേരം ഒന്ന് തണുപ്പാറിയിട്ട് നമുക്ക് വേളാങ്കണ്ണിന് വരുന്നത് മെയിൻ കാര്യം ഇതാന്ന് തോന്നുന്നു അല്ലേ? മൈ ഗോഡ്, ഫുഡ് അടിക്കാനാണ്. ഓക്കെ, സീഗേറ്റിന്റെ ടീമാണ്. സീഗേറ്റ് ഹോട്ടലിലെ സ്റ്റാഫുകളാണ്. അപ്പൊ അവർ നമ്മുടെ ജാസച്ചാൻ കിച്ചൻ ചാനലിനെ കുറിച്ച് ചോദിച്ച് ഇപ്പൊ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇവരാണ് നമുക്ക് സർവീസ് സപ്പോർട്ടൊക്കെ ചെയ്തത്. ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ സീഗേറ്റിൽ വരാറുണ്ട്. വളരെ നല്ല ഫുഡും നല്ല സർവീസുമാണ്. വേക്കൻസി അവിടെ இருந்தா കേരളക്ക് വന്ന് പണി ചെയ്യും. വേക്കൻസി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരുമല്ലേ? അവിടെ എല്ലാം സൂപ്പറായിരിക്കാം. ചേട്ടാ എല്ലാം സൂപ്പറായിരിക്കും. ആ ചേട്ടാ അവിടെ വന്ന് ഞങ്ങളിവിടെ എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ചേട്ടാ വരാൻ കണ്ടു ഇവിടെ സ്റ്റേ ചെയ്ത്. ആ ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ 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 ബൈ. ഓക്കെ, ഗുഡ് സർവീസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആർക്കും ധൈര്യമായിട്ട് വന്നെടുക്കാം. സീഗേറ്റിൽ താമസമുണ്ട് അല്ലേ? ഫുഡും എല്ലാം ഉണ്ട്. അക്കോമഡേഷൻ വെൽക്കം ടു ഹോട്ടൽ സീഗേറ്റ്. സീഗേറ്റ് വേളാങ്കണ്ണി. ഓക്കെ, താങ്ക് യു.